ഒരു ചാനൽ തുടങ്ങി ബാങ്കിൽ പൈസ വരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ പലരുടെയും ജീവിതം ചിലപ്പോൾ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഒരു ചെറിയ ചാനലായ എൻ്റെ ചാനലിലൂടെ ബാങ്കിൽ പൈസ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ചാനൽ തുടങ്ങി നിങ്ങളുടെയും ബാങ്കിൽ ഇതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് പൈസ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ചാനൽ തുടങ്ങാനായിട്ട് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈലിൽ കാണും ഒരു ഇമെയിൽ ഐ ഡി മതി. അതിലൊരു ഇമെയിൽ ഐ ഡിയിൽ ഒരുപാട് ഇമെയിൽ ഐ ഡി കാണും. അതിലേതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചാനൽ അങ്ങ് തുടങ്ങുക. ആ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് അക്കൗണ്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ചാനലിനെ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ട് ആക്കി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് നിങ്ങൾ ലോങ് വീഡിയോസ്, എപ്പോഴും ലോങ് വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ലോങ് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ, ഞാനിപ്പോൾ ചെയ്ത ഒരു രീതി അത് തന്നെയാണ്. എൻ്റെ ചാനലിൽ ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്തത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലോങ് വീഡിയോസ് ഞാനങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് ഒരു 4-5 ലോങ് വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷോർട്ട് വീഡിയോ അതിനോടൊപ്പം തന്നെ ചെയ്താണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോസാണ്. ലോങ് വീഡിയോസ് കൂടുതൽ ചെയ്തത് കാരണമാണ് എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. ഹാഫ് മോണി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും തന്നെ. നമുക്ക് 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയാൽ ആണ് നമുക്ക് ഹാഫ് മോണി ആവുന്നത് അല്ലേ. അപ്പോൾ ഇതിനോട് അടുത്ത് തന്നെ നമ്മൾ ഏകദേശം 3000 വാച്ച് അവർ ആവുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് പൈസ കിട്ടുകയില്ല. അതായത് നമ്മുടെ യൂട്യൂബ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് പൈസ തരികയല്ല ചെയ്യുന്നത്. അത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ത്രൂ ആണ് നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടേ അത് ഒരു പ്രാവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ആൾക്ക് വീണ്ടും ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഉടൻ തന്നെ ആ നമ്പറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നിങ്ങളത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടുമായിട്ട് നമുക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഇമെയിലും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് ഇതുകൊണ്ടൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമുക്ക് അതുമായിട്ട് ആഡ് ചെയ്യണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് ഫുൾ മോണി ആവുന്നത്. ഫുൾ മോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴൊക്കെ നമ്മുടെ ചാനലിന് ഹാഫ് മോണി ആയാൽ മാത്രം മതി നമുക്ക് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമൊക്കെ നമുക്ക് എനബിൾ ആയി കിട്ടും. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് 10000 സബ്സ്ക്രൈബർ തികഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ടൊക്കെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമൊക്കെ നമുക്ക് എനബിൾ ആയി കിട്ടിക്കൊണ്ടിരുന്നത് മുന്നേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഹാഫ് മോണി ആയാൽ മാത്രം മതി. ഹാഫ് മോണി ആയാൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാമൊക്കെ നമുക്ക് എനബിൾ ആയി കിട്ടും. ഇങ്ങനെ നമ്മുടെ ചാനലിലൊക്കെ ഫുൾ മോണിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ $100 ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. $100 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് ആ പൈസ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് $100 മുകളിലായിട്ട് എത്ര ഡോളർ ഉണ്ടെങ്കിലും അത് ഒരു മാസത്തിൽ നമ്മൾ ഇപ്പോൾ $100 ഒരു $110 നമ്മൾ ഒരു മാസം നമുക്ക് വന്നു. അങ്ങനെ മാസാവസാനം വരെയായിട്ട് നമ്മുടെ $110 നമ്മുടെ യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ $110 നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് അത് നമ്മുടെ ബാങ്കിലേക്ക് 21-ാം തീയതിക്കും 26-ാം തീയതിക്കും ഇടയ്ക്കായിട്ടുള്ള ദിവസങ്ങൾ, അതായത് 21-നും 26-നും ഇടയ്ക്കെന്ന് നമുക്ക് ഡേറ്റ് പറയുന്നെങ്കിൽ പോലും നമുക്കതൊരു 22-നോ 23-നോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് എനിക്ക് 23-ാം തീയതിയാണ് വന്നത്. അത് എൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റ് ആയത് കാരണമാണ് അത് 23-ാം തീയതി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 22-ന് തന്നെ വരും, നമ്മുടെ ബാങ്കിലേക്ക് വരും. പക്ഷേ എനിക്കത് 23-ാം തീയതിയാണ് വന്നത്. അത് ആദ്യത്തെ പേയ്മെൻറ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 23-ന് വന്നത്. എന്തായാലും യൂട്യൂബ് പറയുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 26 വരെയുള്ള ഡേറ്റാണ് പറയുന്നത്. അത് നമ്മുടെ ബാങ്കിലേക്ക് ആ ഒരു എമൗണ്ട്, അത് എത്രയാണോ മാസം അവസാനം വരെ എത്ര ഡോളറാണോ കാണിക്കുന്നത് അതിൻ്റെ ഇന്ത്യൻ മണിയാണ് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നത്. അത് എത്രയാണോ ഡോളർ അതിൻ്റെ ഇന്ത്യൻ മണി. ഓക്കെ, അതാണ് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ള നമ്മുടെ മൊബൈൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ മൊബൈൽ നമ്മൾ മാറ്റുകയോ ചെയ്താൽ, അതായത്
ചിലപ്പോൾ നമ്മൾ മൊബൈലൊക്കെ പഴകി കഴിയുന്നുണ്ട്, നമ്മൾ മൊബൈൽ മാറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചാനൽ ഏത് ഇമെയിൽ ഐ ഡി വെച്ചാണ് നമ്മുടെ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അത് പ്രത്യേകമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് എവിടെയെങ്കിലും വെക്കുക. നമ്മൾ പുതിയൊരു മൊബൈലിലേക്ക് നമ്മുടെ ചാനലിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ട് നമുക്ക് ഇമെയിൽ ഐ ഡി വേണം. അപ്പോൾ ആ ഇമെയിൽ ഐ ഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി എടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആ പുതിയ മൊബൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ രീതിയിൽ അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു ഇമെയിൽ ഐ ഡിയിലാണോ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇമെയിൽ ഐ ഡി തീർച്ചയായിട്ടും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം, പാസ്വേഡും നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും ടാക്സായിട്ട് കട്ടായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്തിരിക്കണം. അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ടാവുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ US നമ്മുടെ വീഡിയോ കാണുന്നവരുടെ ഒരു 15% അവിടെ നമുക്ക് കട്ടായി പോകുന്നത്. അത് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ടാക്സ് കട്ടായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു ഇതാണ്, US ടാക്സ് ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്തിരിക്കണം. പിന്നെ മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തംബ്നെയിലിൽ ഏത് രീതിയിലാണോ നമ്മൾ ആ തംബ്നെയിൽ കാണിക്കുന്നത് അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോ ഓരോരുത്തർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ആ തംബ്നെയിൽ നല്ല രീതിയിലാണ്, അത് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നത്. അപ്പം മെയിനായിട്ട് ഒരു എഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വീഡിയോയ്ക്ക് നല്ല ഒരു ഇമ്പ്രഷനൊക്കെ തരും. അപ്പം മെയിനായിട്ട് വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ 1-2 കാര്യങ്ങൾ. അതുകൊണ്ടൊക്കെ നമ്മൾ പിന്നെ മെയിനായിട്ട് കൊടുക്കുന്ന ടൈറ്റിലും കാര്യങ്ങളും ഒക്കെയാണ്. അത് ഏറെക്കുറെയൊക്കെ തീർച്ചയായിട്ടും നല്ല ടൈറ്റിൽ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ SEO കീവേഡ്സ് അത് കൊടുക്കാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയും യൂട്യൂബ് സജസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ സജസ്റ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ ആളുകൾ സെർച്ച് ചെയ്താൽ പോലും കാണത്തക്ക രീതിയിലാണ് നമ്മൾ SEO കീവേഡ്സ്, അത് നല്ല രീതിയിൽ SEO കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് എത്തുന്നു എങ്കിൽ ആ SEO കീവേഡ്സൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായ രീതിയിലാണ്. അഥവാ ആളുകളിലേക്ക് അത് എത്തുന്നില്ല, സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും സെർച്ചിങ്ങിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്നും നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന SEO കീവേഡ്സൊക്കെ അത് പ്രോപ്പറായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. പ്രോപ്പറായിട്ട് നമ്മുടെ SEO കീവേഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വീഡിയോ ഇപ്പം യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ഏറ്റവും മുകളിലായിട്ട് അവർക്ക് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് SEO കീവേഡ്സ് അതിനകത്ത് പ്രോപ്പറായിട്ട് അപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഈ V8 സൗണ്ട് കാർഡിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് അതിനകത്ത് SEO കീവേഡ്സ് എനിക്ക് തോന്നുന്നു പ്രോപ്പറാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പല വീഡിയോയിലും നമ്മൾ SEO കീവേഡ്സൊക്കെ കൊടുക്കുന്ന പ്രോപ്പറായിരിക്കും. പക്ഷേ നമ്മളെക്കാട്ടി നല്ല രീതിയിൽ SEO കീവേഡ്സ് കൊടുത്തിട്ടുള്ള വീഡിയോകൾ വേറെ പലരുടെയും വീഡിയോകൾ കാണും. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആയിരിക്കും അവർക്ക് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഏതൊരു വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വരുന്നു. അപ്പോൾ ആ വീഡിയോ എന്തുകൊണ്ടാണ് വരുന്നത്, അതിൽ ആ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള SEO കീവേഡ്സ് അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ വീഡിയോ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള SEO കീവേഡ്സ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, SEO കീവേഡ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് അത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോ കൂടുതലായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോയും ചെയ്യണം. ഷോർട്ട് വീഡിയോ ചെയ്യേണ്ട എന്നുള്ളതല്ല, ഷോർട്ട് വീഡിയോയും ചെയ്യണം. എന്നാൽ കൂടുതലായിട്ട് നിങ്ങൾ ലോങ് വീഡിയോ ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് വാച്ച് അവർ കൂടുതലായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കഴിയുന്ന ലൈവ്, അതുകൊണ്ട് തന്നെ ലൈവ് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് ഒന്ന് നിങ്ങൾക്ക് ലൈവ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് വീഡിയോ കൂടുതലായിട്ട് ചെയ്യുക. ഈ 2 കാര്യം മുന്നോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് അവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ചെറിയ ചാനലാണെങ്കിൽ പോലും നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ പൈസ കൊണ്ടുവരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ തന്നെ 3300 വാച്ച് അവറും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 576 സബ്സ്ക്രൈബറും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും പല രീതിയിലുള്ള വീഡിയോ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പല വീഡിയോകൾ റീച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാച്ച് അവർ കയറും. അപ്പം നിങ്ങൾ വാച്ച് അവർ മൈനസായി പോകുന്നത് മുഖാന്തരം നിങ്ങൾ അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് നല്ല വീഡിയോ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് അവർ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കും. നിങ്ങളതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പം പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഈ വാച്ച് അവർ മൈനസായി പോകുന്നു എന്നുള്ള രീതിയിൽ അവർ ടെൻഷൻ ആവാറുണ്ട്. അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോയുടെയൊക്കെ അത് വാച്ച് അവർ അത് മൈനസായി പോകും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം മുന്നോട്ട് നമ്മൾ നല്ല വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചില വീഡിയോയിലൊക്കെ ഇതുകൊണ്ടൊക്കെ ഞാനിപ്പോൾ കാണിച്ച ഇതേ രീതിയിൽ തന്നെ നല്ല കണക്ക് വാച്ച് അവർ കൂടും. നല്ല രീതിയിൽ വാച്ച് അവർ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വിഷയമാകത്തില്ല. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാച്ച് അവറിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. മുന്നോട്ട് നല്ല വീഡിയോ ചെയ്തു പോവുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതിലാണോ കഴിവ്, അതായത് നിങ്ങൾക്ക് പാട്ടിലാണോ, നിങ്ങൾക്ക് ഡാൻസിലാണോ, ഏതിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവ് ഏത് രീതിയിലുള്ള കഴിവാണോ അതനുസരിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലൂടെ പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതിനുദാഹരണമാണ് എൻ്റെ ഈ ഒരു ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.